പ്രൈസ് ദ ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പകലിനായി കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ പകൽ മുഴുവൻ അവിടുന്ന് നമ്മെ പരിപാലിച്ചു, അവിടുന്ന് നമ്മെ നടത്തി, നമ്മെ ജീവനോടെ സൂക്ഷിച്ചു. അതുകൊണ്ട് എൻ മനമേ ഉണരുക, വീണയും കിന്നരവുമായുള്ളവയെ ഉണരുവീൻ. ഞാൻ അധികാലത്തെ ഉണരും, ജാതികളുടെ മധ്യേ വംശങ്ങളുടെ നടുവിൽ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യും. ഈ പകലിൽ നമുക്ക് സ്തുതി സ്തോത്രങ്ങളോടുകൂടി കർത്താവിൻ്റെ സന്നിധിയിലേക്ക് അടുത്തു വരാം. സ്തോത്രമെന്ന യാഗമർപ്പിക്കുന്നവൻ എന്നെ മഹത്വപ്പെടുത്തുന്നു. അതുകൊണ്ട് സ്തുതിയും സ്തോത്രവും നാവിൽ നിന്ന് മാറിപ്പോകരുത്. സ്തോത്രമെന്ന യാഗം ഈ പകലിൽ നമുക്ക് കർത്താവിന് അർപ്പിക്കാം. സ്തുതി നേരുള്ളവർക്ക് ഉചിതമാണ്. അതുകൊണ്ട് നമുക്ക് കർത്താവിനെ മഹത്വപ്പെടുത്തി അല്പസമയ ചിന്തയ്ക്കായിട്ട് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 40-ാം അധ്യായത്തിൻ്റെ 30-ാമത്തെ വാക്യം താഴോട്ട് നമുക്ക് വായിക്കാം. ബാല്യക്കാർ ക്ഷീണിച്ച് തളർന്നു പോകും, യൗവനക്കാരും ഇടറി വീഴും. എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറും. അവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും. അനുഗ്രഹിക്കപ്പെട്ട നല്ല ദൈവവചനത്തിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ബാല്യക്കാർ ക്ഷീണിച്ചു പോകും, തളർന്നു പോകും, യൗവനക്കാർ ഇടറി വീഴും. യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. ഈ പകലില് നമുക്ക് കർത്താവിനെ കാത്തിരിക്കാം. എവിടെയെങ്കിലും നമ്മുടെ ബലം ക്ഷയിച്ചു പോയിട്ടുണ്ടെങ്കിൽ, എവിടെയെങ്കിലും നമുക്ക് ക്ഷീണം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കർത്താവിനെ കാത്തിരിക്കാം. നമുക്കറിയാം, നമ്മുടെ നാട്ടിൻപുറങ്ങളിലൊക്കെ കറുപ്പിച്ചാത്തിക്ക് മൂർച്ച കുറഞ്ഞാൽ മൂർച്ച കൂട്ടുവാൻ അരം കൊണ്ടതിനെ രാഗി മൂർച്ച വരുത്തുന്നത് പോലെ നമ്മുടെ ബലം ചോർന്നു പോയിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ബലം കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നമ്മളെ ഒന്നുകൂടി ഒന്ന് രാകുവാൻ, ഒന്നുകൂടി ഒന്ന് മൂർച്ച കൂട്ടുവാൻ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. കർത്താവുമായി ഒന്നിച്ച് ഉപവസിച്ച്, കർത്താവുമായി ചേർന്നിരിക്കുമ്പോൾ, കർത്താവുമായി വസിക്കുമ്പോൾ, അവൻ്റെ പാദാന്തികയെ അടുത്തിരിക്കുമ്പോൾ നമ്മളുടെ ചോർന്നുപോയ ശക്തികൾ പുതുക്കപ്പെടുവാനിടയായിത്തീരും. യഹോവയെ കാത്തിരിക്കുക. നമ്മൾ ക്ഷീണിച്ചു പോകുന്നവരുടെ കൂട്ടത്തിലല്ല, ശോഷിച്ചു പോകുന്നവരുടെ കൂട്ടത്തിലല്ല, ക്ഷയിച്ചു പോകുന്നവരുടെ കൂട്ടത്തിലല്ല, ശക്തിയെ പുതുക്കുന്നവരുടെ കൂട്ടത്തിൽ, അല്ലെങ്കിൽ ക്ഷീണിച്ചു പോകുന്നവരുടെ കൂട്ടത്തിലല്ല, ശക്തിയെ പുതുക്കി എപ്പോഴും ശക്തിയുള്ളവരായി മുന്നേറുവാൻ, നമ്മളൊരു പോർക്കളം മേടിലാണെന്നുള്ളൊരു ചിന്ത നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. യുദ്ധം ചെയ്യുമ്പോൾ നിന്റെ ശക്തി ക്ഷയിച്ചു പോയാൽ നീ പരാജിതനായി പോകും. അതുകൊണ്ട് ഓരോ ദിവസവും ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിച്ച്, ദൈവത്തിൻ്റെ ബലമേറ്റെടുത്ത് മുൻപോട്ട് പോകുവാൻ, ബലം വർദ്ധിപ്പിച്ചുകൊണ്ട് മുൻപോട്ട് പോകുവാൻ ദൈവകരങ്ങളിലേക്ക് നമുക്ക് ഓടാം. ദൈവകരങ്ങളിലേക്ക് നമുക്ക് നമ്മെ ഏൽപ്പിക്കാം. ഈ പോർക്കളത്തില് ധീരതയോടെ പോരാടുവാൻ രക്ഷകനൻ കാലുകൾക്ക് ബലം തരട്ടെ, ശക്തി വർദ്ധിപ്പിക്കട്ടെ. യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറും. തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും. ഒരിക്കൽ ഏലിയാവ് അത്ഭുതങ്ങൾ കണ്ടവൻ, അവൻ്റെ പ്രാർത്ഥനയിൽ അത്ഭുതങ്ങൾ ചെയ്തവൻ.
ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തിയെ കണ്ടവൻ. ഒരു സ്ത്രീയുടെ വാക്കിന് മുമ്പിൽ അവൻ്റെ ബലം ചോർന്നുപോയി. ഒരു സ്ത്രീയുടെ വാക്കിന് മുമ്പിൽ അവൻ തളർന്നുപോയി. പ്രിയമുള്ളവരെ, നമ്മൾ തളർന്നു പോകുന്നവരുടെ കൂട്ടത്തിലല്ല. ബലത്തിന് മീതെ ബലം ധരിക്കുവാൻ ദൈവകരങ്ങളിലേക്ക് നമ്മെ ഏൽപ്പിക്കാം. എലിയാവ് ക്ഷീണിച്ചു, തളർന്നു. ഒരു സ്ത്രീയുടെ വാക്കിന് മുമ്പിൽ അധൈര്യപ്പെട്ടു പോയി. അവനും തൻ്റെ ബാല്യക്കാരനും കൂടി മുൻപോട്ട് യാത്ര ചെയ്തു. മരുഭൂമിയിൽ ഒരു ചുരച്ചെടിയുടെ തണലിൽ ഏലിയാവ് ക്ഷീണിതനായി കിടന്നുറങ്ങി. ഏലിയാവ് പറഞ്ഞു, ഞാൻ എൻ്റെ പിതാക്കന്മാരെക്കാട്ടിൽ ഒട്ടും നല്ലവനല്ല. എനിക്കിനി ജീവിക്കണ്ട യഹോവേ, എനിക്കിനി ജീവിക്കണ്ട, എനിക്ക് മരിച്ചാൽ മതി. ക്ഷീണിതനായി ഏലിയാവ് പറഞ്ഞു, എനിക്കിനി മരിച്ചാൽ മതി, എനിക്ക് ജീവിക്കണ്ട. പലപ്പോഴും നമ്മളും നമ്മുടെ ബലം ചോർന്നു പോയിട്ട് നമ്മളും പറഞ്ഞിട്ടുണ്ട്, എനിക്കിനി മരിച്ചാൽ മതി, എനിക്ക് ജീവിക്കണ്ട. മരുഭൂമിയുടെ അനുഭവങ്ങൾ, ചുരച്ചെടിയുടെ അനുഭവങ്ങൾ. ആ ചുരച്ചെടിയുടെ കീഴിൽ ക്ഷീണിതനായി ഏലിയാവ് കിടക്കുമ്പോൾ ഏലിയാവിനെ തട്ടി ഉണർത്തുന്ന ഒരു ദൈവമുണ്ട്. ഏലിയാവിനെ തട്ടി ഉണർത്തി ഒരു തുരുത്തി വെള്ളവും കനലിന്മേൽ ചുറ്റ ഒരു അടയും കൊടുത്ത്, ഏലിയാവേ, ഇത് ഭക്ഷിച്ച് പാനം ചെയ്ത് ബലം പ്രാപിച്ച് നിനക്ക് ഹോരേബോളം നടക്കുവാനുണ്ട്. 40 പകലും 40 രാവും ഒരടയുടെ ബലത്തിൽ ഏലിയാവ് നടന്നു. ഏലിയാവിനെ ദൈവം ശക്തീകരിച്ചു. യഹോവയെ കാത്തിരിക്കുന്നവർ ക്ഷീണിച്ചു പോകാതെ നടക്കും. നിന്റെ കാര്യം നടക്കും. ഈ ദൈവവചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ഏത് നടക്കാത്ത കാര്യങ്ങളും നടക്കും. നീ യഹോവയെ കാത്തിരുന്നാൽ നിനക്ക് ശക്തി പകർന്നു തരുന്ന ഒരു ദൈവമുണ്ട്. നിന്നെ കരുത്തനാക്കുന്ന ഒരു ദൈവമുണ്ട്. ഒരടയുടെ ബലത്തിൽ 40 പകലും 40 രാവും 40 പകലും 40 രാത്രിയിലും ഏലിയാവ് നടന്നെങ്കിൽ നിന്നെ നടത്തുന്ന ഒരു ദൈവമുണ്ട്. നിന്റെ കാലുകളെ മാൻപേട കാലുകൾക്ക് തുല്യമാക്കി നിന്റെ ഗിരികളിൽ നിന്നെ നിർത്തുന്ന ഒരു ദൈവമുണ്ട്. നീ ക്ഷീണിച്ചു പോകാതെ നിന്നെ നടത്തുന്ന ഒരു ദൈവമുണ്ട്. അപ്പോൾ കർത്താവിനെ കാത്തിരിക്കുന്നവർ നടക്കും. നമുക്ക് തിരിച്ചിങ്ങോട്ട് പറയാം, കർത്താവിനെ കാത്തിരിക്കുന്നവർ നടക്കും. രണ്ടാമത്, ഏലിയാവ് കർമ്മേൽ പർവ്വതത്തിന്റെ മുകളിൽ ഇരിക്കുമ്പോൾ തന്റെ ബാല്യക്കാരനോട് പറഞ്ഞു, പോയി സമുദ്രത്തിന് നേരെ നോക്കുക. 6 പ്രാവശ്യം നോക്കിയിട്ടും ഒന്നും കണ്ടില്ല. 7ാമത്തെ പ്രാവശ്യം കൈപ്പത്തിയോളം വലുപ്പത്തിലൊരു മേഘം പൊങ്ങുന്നത് കണ്ടു. ഏലിയാവ് പറഞ്ഞു, വലിയ മഴയുടെ മുഴക്കം ഞാൻ കേൾക്കുന്നു. ആഹാബിനോട് പറഞ്ഞു, നീ രഥം പൂട്ടി പൊയ്ക്കൊള്ളുക, ഞാൻ വലിയ മഴയുടെ മുഴക്കം കേൾക്കുന്നു. ആഹാബ് പോയി കഴിഞ്ഞപ്പോൾ ഏലിയാവിന്റെ മേലെ യഹോവയുടെ കരം വന്നു. ഏലിയാവിന്റെ മേലെ യഹോവയുടെ കരം വന്നു. ഏലിയാവ് ശക്തി പ്രാപിച്ചു. ആഹാബിന്റെ രഥത്തിനു മുമ്പേ ഓടുവാൻ ഏലിയാവിനെ ബലപ്പെടുത്തിയ ഒരു ദൈവമുണ്ട്. അപ്പോൾ നിന്റെ കാര്യങ്ങൾ നടക്കും. കർത്താവ് നടത്തും. ഏത് വിഷയത്തിന്മേൽ നീ ഭാരപ്പെടുന്നുവോ, ഏത് വിഷയത്തിന്മേൽ പ്രയാസപ്പെടുന്നുവോ, നിങ്ങൾ കർത്താവിന്റെ മുഖത്തേക്ക് നോക്കി ആ വിഷയങ്ങൾ നടക്കും. ഏലിയാവിനെ നടത്തിയ ഒരു ദൈവമുണ്ട്. ആ ദൈവം നമ്മയും നടത്തുന്ന ദൈവമാണ്. ഏലിയാവിന്റെ മേലെ യഹോവയുടെ കരം വന്നപ്പോൾ ആഹാബിന്റെ രഥത്തിനു മുമ്പിൽ ഓടുവാൻ ഏലിയാവിനെ ബലപ്പെടുത്തിയ ഒരു ദൈവമുണ്ട്. നിന്നെ ബലപ്പെടുത്തുന്ന, നിന്നെ ശക്തീകരിക്കുന്ന, നിന്നെ കരുതുന്ന ഒരു ദൈവം ഇന്ന് പകലിലും ജീവിക്കുന്നു. എൻ്റെ ദൈവം ജീവിക്കുന്ന ദൈവമാണ്.
യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അവരുടെ മേൽ കർത്താവിന്റെ ശക്തി വരുമ്പോൾ രഥത്തിന് മുമ്പായി ഓടുവാൻ, നിന്റെ പ്രതിസന്ധികൾക്ക് മുമ്പായി ഓടുവാൻ കർത്താവ് നിന്റെ കാലുകളെ ബലപ്പെടുത്തുന്ന ഒരു ദൈവമാണ്. മൂന്നാമത്, ഏലിയാവിന്റെ മേൽ ദൈവത്തിന്റെ ആത്മാവ് വന്നപ്പോൾ ഏലിയാവ് ചുഴലിൽ കാറ്റിൽ അഗ്നിമയ രഥങ്ങളിൽ എടുക്കപ്പെട്ടു. യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകട്ടിച്ച് പറന്നുയരും. ഈ പകലിൽ കർത്താവിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. നിന്റെ വിഷയങ്ങളുടെ മുമ്പിൽ നിന്നെ ഓടിക്കുന്ന ഒരു ദൈവമുണ്ട്, നിന്നെ നടത്തുന്ന ഒരു ദൈവമുണ്ട്, നിന്നെ പറപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്, നിന്നെ ശക്തീകരിക്കുന്ന ഒരു ദൈവമുണ്ട്. അഗ്നിമയ രഥങ്ങളിൽ ഏലിയാവിനെ ഉയരങ്ങളിലേക്ക് എടുത്തു. എലിയാവ് പറഞ്ഞ, എൻ്റെ പിതാക്കന്മാരെക്കാട്ടിൽ ഒട്ടും നല്ലവനല്ല, എൻ്റെ പ്രാണനെ എടുത്തുകൊള്ളണമേ. ഏലിയാവ് ഇന്നും മരിച്ചിട്ടില്ല. ഏലിയാവിൻ്റെ ദൈവം ഇന്നും ജീവിക്കുന്നു. നമ്മുടെ ദൈവം ജീവിക്കുന്ന ദൈവമാണ്. നമുക്കറിയാം, ഫിലിപ്പോസിനോട് ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞു, നീ ഗസയ്ക്കുള്ള നിർജ്ജന പ്രദേശത്തേക്ക് പോവുക. ഫിലിപ്പോസ് അനുസരിച്ചു, പരിശുദ്ധാത്മാവിനെ അനുസരിച്ചു. ഗസയ്ക്കുള്ള നിർജ്ജന പ്രദേശത്തേക്ക് പോയപ്പോൾ എത്യോപ്യക്കാരനായ ഷണ്ണന്റെ തേര് വരുന്നത് കണ്ടു. പരിശുദ്ധാത്മാവ് ഫിലിപ്പോസിനോട് പറഞ്ഞു, തേരിനോട് ചേർന്ന് നടക്കാൻ. താൻ തേരിനോട് ചേർന്ന് നടന്നു. ഫിലിപ്പോസ് തേരിനോട് ചേർന്ന് നടന്നപ്പോൾ താൻ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. താൻ ചോദിച്ചു, വായിക്കുന്നത് വല്ലതും ഗ്രഹിക്കുന്നുവോ? പൊരുൾ തിരിച്ചു തരാതെ എങ്ങനെ ഗ്രഹിക്കും? ഫിലിപ്പോസ് രഥത്തിനോട് ചേർന്ന് ഓടി. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ട് മുൻപോട്ട് പോയപ്പോൾ ഷണ്ണൻ പറഞ്ഞു, ഇതിനെ ഒന്ന് പൊരുൾ തിരിച്ചു തരുവാൻ. ഫിലിപ്പോസ് രഥത്തിൽ കയറി ദൈവവചനത്തെ തെളിയിച്ചു കൊടുത്തു കഴിഞ്ഞപ്പോൾ തിപ്പിക്കാരനായ ഷണ്ണൻ പറഞ്ഞു, ഇതാ വെള്ളം, സ്നാനപ്പെടുവാൻ എന്താ തടസ്സം? ഫിലിപ്പോസ് പറഞ്ഞു, വിശ്വസിക്കുന്നുവെങ്കിൽ സ്നാനപ്പെടാം. അതുകൊണ്ട് ഈ പകലിൽ വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. അത് ദൈവത്തിന്റെ അലംഘനീയമായ നിയമമാണ്. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. ആ പദവി നമുക്ക് ഉപയോഗിക്കാം, ദൈവത്തിന്റെ മക്കളായി തീരുവാൻ. ഈ പകലിൽ ദൈവകരങ്ങളിലേക്ക് നമ്മെ സമർപ്പിക്കാം. അങ്ങനെ ഇരുവരും വെള്ളത്തിലിറങ്ങി ജലത്തിൽ ദൈവത്തെ സാക്ഷീകരിച്ചു. എത്യോപ്യക്കാരനായ ഷണ്ണൻ അവന്റെ വഴിക്ക് പോയി. ഫിലിപ്പോസിനെ പരിശുദ്ധാത്മാവ് അസ്തോദിലേക്ക് എടുത്തുകൊണ്ടുപോയി. കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. ഈ പകലിൽ നമുക്ക് കർത്താവിന് വേണ്ടി കാത്തിരിക്കാം. നമ്മളെ അലസതപ്പെടുത്തുന്ന, നമ്മളെ പിൻപോട്ട് വലിക്കുന്ന പ്രതിസന്ധികളെ നോക്കണ്ട. പ്രതിസന്ധികൾ എത്ര വലുതാണെങ്കിലും കാണുന്നില്ലേ അതിൻ്റെ മുകളിൽ മഴവില്ല്? കാർമേഘത്തിന് മുകളിലും ഒരു മഴവില്ലിനെ നമ്മൾ കാണുന്നില്ലേ? കാർമുകിൽ എത്ര കരകയറിയാലും കാണുന്നില്ലേ മഴവില്ല് അതിന് മുകളിൽ? അതുകൊണ്ട് കാർമുകിൽ പോലെ പ്രതിസന്ധികൾ കയറി വന്നേക്കാം. അതിൻ്റെ മുകളിൽ കർത്താവിനെ കാണുവാൻ, നമ്മുടെ വിഷയങ്ങളെക്കാൾ ഉന്നതനായ ഒരു കർത്താവ്. എത്ര വലിയ പ്രതിസന്ധികളെ കണ്ടാലും ഭയപ്പെടാതെ കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കി വിശ്വാസത്തോടെ മുൻപോട്ട് പോയാൽ നിന്റെ മുമ്പിൽ നിൽക്കുന്ന പർവ്വതങ്ങൾ പൊടിഞ്ഞു മാറിപ്പോകുവാൻ ഇടയായിത്തീരും. പുഴുവായ യാക്കോബേ, നിന്നെ ഞാൻ ശക്തീകരിക്കും. വല്ലേറിയതും മൂർച്ചയുള്ളതുമായ മെതിവണ്ടി പോലെ നിന്നെ ആക്കുവാൻ, നിന്നെ ബലപ്പെടുത്തുവാൻ എനിക്ക് കഴിയും.
ചില കുന്നുകളെ ഇടിക്കുവാൻ, ചില പർവ്വതങ്ങളെ ഇടിക്കുവാൻ ദൈവത്തിൻ്റെ ബലം നമ്മളോട് കൂടെ ഉണ്ട്. അതുകൊണ്ട് നമുക്ക് യഹോവയ്ക്കായി കാത്തിരിക്കാം. നമ്മുടെ ശക്തിയെ ഒന്നുകൂടെ പുതുക്കാം. ഏലിയാവിന്റെ ദൈവം ഇന്നും ജീവിക്കുന്നു. ഏലിയാവ് പറഞ്ഞ് എനിക്ക് മരിച്ചാൽ മതി. ഇന്നും ഏലിയാവ് മരിച്ചിട്ടില്ല. ഇന്നും ഏലിയാവിന്റെ ദൈവം ജീവിക്കുന്നു. യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് പറന്നുയരും. ക്ഷീണിച്ചു പോകാതെ ഓടും, തളർന്നു പോകാതെ അവർ നടക്കും. ഈ പകലിൽ കർത്താവിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.